ഗൈസ് വെൽക്കം ബാക്ക് ടു മീഡിയ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഡൊമിനോറിൻ്റെ സെക്കൻഡറി മീറ്റർ യൂസ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ സിസ്റ്റം സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ NS-ലും AS-ലും RS-ൻ്റെയൊക്കെ പഴയ മോഡലിൽ ഒരു രീതിയിലുള്ള ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ സിസ്റ്റം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഡൊമിനോറിൻ്റെ സെക്കൻഡറി മീറ്റർ യൂസ് ചെയ്ത് ഇതിലൊരു സിസ്റ്റം കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം വാങ്ങിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡൊമിനോറിൻ്റെ ഒരു സെക്കൻഡറി മീറ്ററാണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്ന മോഡലിൻ്റെ. പിന്നെ നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വരുന്ന ഈ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ഈ സെൻസറിൽ ന്യൂട്രൽ മാത്രം സെൻസ് ചെയ്യേണ്ട സാധനമേ വരുന്നുള്ളൂ. അപ്പോൾ അതും മാറ്റി നമ്മൾ ഡ്യൂക്ക് 200ൻ്റെ ആണ് ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. ഇത് ഡയറക്റ്റ് നമ്മുടെ വണ്ടിയിൽ സെറ്റാണ്. ഡ്യൂക്ക് 200ൻ്റെ BS3 അല്ലെങ്കിൽ BS4 വാങ്ങിക്കണം. BS6 ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതൊരു ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റം അല്ല. നമ്മൾ കസ്റ്റമായിട്ട് ലൂപ്പ് ചെയ്തുകൊണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി നമ്മളിതിന് പാർട്സായിട്ട് വാങ്ങിക്കേണ്ട കാര്യം ഇത് രണ്ടുമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ മാഗ്നറ്റിക് കേസിൻ്റെ കവർ അടിക്കുന്നുണ്ട്, അതിൻ്റെ പാക്കിംഗ് കൂടെ നമ്മൾ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ തൽക്കാലം നമ്മുടെ കറക്റ്റ് ഐ ലെവലിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കണക്ഷനൊക്കെ കൊടുത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ഫൈബർ പാർട്ടൊക്കെ ചെയ്ത് നീറ്റാക്കി എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, വെറുതെ ലൂപ്പ് ചെയ്ത് കൊടുക്കരുത്. ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് വേണം കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്കിനി പിന്നെ ടാങ്ക് അടിക്കാൻ നേരത്തും സർവീസൊക്കെ ചെയ്യാൻ നേരത്തും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇപ്പം ഞാൻ അതിനുവേണ്ടി എടുത്തത് ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് എൻ്റെ വണ്ടിയുടെ തന്നെ പഴയ ഒരു കിറ്റാണ്. അപ്പോൾ ഇതിൽ ഈ സോക്കറ്റ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് കൊടുക്കാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഒന്നില്ലെങ്കിൽ നമ്മളെ വണ്ടിയുടെ കൺട്രോൾ സ്വിച്ചസിൻ്റെ അതുകൂടെ വേണം. അതൊക്കെ നമുക്ക് എവിടെ നിന്നെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോക്കറ്റും മറ്റേൻ്റെ സോക്കറ്റും വെട്ടി ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ടാങ്കൊക്കെ അടിക്കാൻ നേരത്തായാലും എളുപ്പത്തിൽ തന്നെ പ്ലഗ് ആൻഡ് പ്ലേ ആയതുകൊണ്ട് തന്നെ അയച്ചിട്ട് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ലെഫ്റ്റ് സൈഡിലെ മാഗ്നറ്റിക് കേസ് അയച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ആ സ്വിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ അല്ല, അറിയാത്ത രീതിയിലൊക്കെ വയറിങ്ങൊക്കെ ചെയ്താൽ വണ്ടി കത്തിപ്പോകുന്നുള്ളതുകൊണ്ട് പുറത്തെടുത്ത് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് അയച്ചു കഴിഞ്ഞാൽ വേറെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ വണ്ടിയിലൊക്കെ ഇവിടെ നിന്ന് ചെറിയ രീതിക്കുള്ള ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ആ പാക്കിങ് മാത്രം മാറിയാൽ ശരിയാവില്ല. വേറൊരു രീതിയിൽ വർക്ക്ഷോപ്പിലൊക്കെയുള്ള ഗമ്മോട് വെച്ച് ഒട്ടിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ അയച്ചു കഴിഞ്ഞാൽ ലീക്ക് കൂടും, വീണ്ടും പണി കിട്ടും. അപ്പോൾ ആവശ്യമില്ലാതെ വണ്ടി തുലയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത് വെളിയിൽ കൊടുത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം അവിടെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. വീഡിയോ എടുക്കുന്ന രീതിയിൽ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ മാക്സിമം അറിയില്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുക. ഓരെങ്കിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ വണ്ടി അടക്കം കത്തിപ്പോണ്ട ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ബാക്കി ഷോപ്പിൽ ചെന്നിട്ട് അതിൻ്റെ വീഡിയോയിലൂടെ ഞാൻ ആഡ് ചെയ്യാം.